ഗംഭീർ കോച്ചായ ശേഷം കൊൽക്കത്ത ടീം മാറിയിരിക്കുകയാണ്. നിലവിലെ IPLലെ ഏറ്റവും മികച്ചൊരു ടീം കൊൽക്കത്തയാണ്. ഇന്ന് ഹൈദരാബാദിനെ തോൽപ്പിച്ച് കൊൽക്കത്ത IPLൻ്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒരൊരു മത്സരം മാത്രമേ ഉള്ളൂ. അത് ജയിച്ചാൽ കൊൽക്കത്തയ്ക്ക് കപ്പ് നേടാം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കൊൽക്കത്ത ടീം നമ്പർ 1ലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് SRH അവർക്ക് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. വളരെ ഈസി ആയിട്ടാണ് കൊൽക്കത്ത കളി ജയിച്ചത്. കളി ജയിച്ച ശേഷം ശ്രേയസ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി ജയിച്ച് ശ്രേയസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഹൈദരാബാദ് ഞങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിരുന്നില്ല. ഈസി ആയിട്ടാണ് ഞങ്ങൾ കളി ജയിച്ചത്. ഞങ്ങൾ മികച്ച ബൗളിംഗ് ഇന്ന് കാഴ്ചവെച്ചു. അവരെ 159 റൺസിൽ ഒതുക്കാമെന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 200 റൺസ് ടാർഗറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഈസിയായി. ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് മിച്ചൽ സ്റ്റാർക്കിനാണ്. അവനാണ് ഇന്ന് മികച്ച ബൗളിംഗ് കാഴ്ചവെച്ച് ഹൈദരാബാദിനെ ചുരുട്ടിക്കെട്ടിയത്. ഞങ്ങളിപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഒരൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് IPLൻ്റെ കപ്പാണ്. ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിരീടം നേടണം. ഫൈനലിൽ ഞങ്ങളുടെ എതിരാളികൾ ആരാണെന്ന് വ്യക്തമല്ല. എങ്കിലും രാജസ്ഥാനാണെങ്കിൽ ഞങ്ങൾക്കത് തിരിച്ചടിയായിരിക്കും. കാരണം ഈ സീസൺ IPLൽ രാജസ്ഥാനെതിരെ ഞങ്ങൾ തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് അവർ വന്നാൽ അത് ഞങ്ങൾക്ക് വെല്ലുവിളിയായിരിക്കും. ആര് വന്നാലും അവരെ തോൽപ്പിച്ച് ഞങ്ങൾ ഇപ്രാവശ്യം കപ്പ് നേടുമെന്ന് ശ്രേയസ് വ്യക്തമാക്കി. ഹൈദരാബാദ് ഈ IPLലെ മികച്ചൊരു ടീമായിരുന്നു. എന്നാൽ അവർക്ക് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. 287 റൺസ് എടുത്ത ടീമാണ് SRH. എന്നാൽ ഇന്ന് അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. വളരെ മോശം ബാറ്റിംഗാണ് ഹൈദരാബാദ് കാഴ്ചവെച്ചത്. ട്രേവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ഓപ്പണിംഗിൽ ഫ്ലോപ്പ് ആയപ്പോൾ ഹൈദരാബാദിന് ചെറിയ സ്കോറിൽ ഒതുങ്ങേണ്ടി വന്നു. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.